ക്രിക്കറ്റിനോട് രണ്ടാമതൊരു അവസരം ചോദിച്ച കരുൺ നായർ, നിങ്ങളുടെ സമയം വന്നിരിക്കുകയാണ്. പുതിയ നായകനൊപ്പം പുതിയ ടീമിനൊപ്പം ഇംഗ്ലീഷ് മണ്ണിൽ ഒരു പരമ്പര സ്വന്തമാക്കാൻ ഇന്ത്യൻ ടീം വണ്ടി കയറാൻ ഒരുങ്ങുകയാണ്. ആ കൂട്ടത്തിൽ ആരും മറക്കാത്ത ഒരു പഴയ മുഖമുണ്ട്. അതാണ് കരുൺ നായരുടേത്. രണ്ടായിരത്തി ഇംഗ്ലണ്ട് ഇന്ത്യയിലേക്ക് ടെസ്റ്റ് പരമ്പരയ്ക്ക് എത്തിയപ്പോഴായിരുന്നു കരുൺ ആദ്യമായി ഇന്ത്യയുടെ വെള്ളക്കുപ്പായം അണിഞ്ഞത്. 5 മത്സരങ്ങളായിരുന്നു പരമ്പരയിൽ. ആദ്യ 2 കളിയിൽ കരുൺ സ്ക്വാഡിൽ പോലും ഉണ്ടായിരുന്നില്ല. അവസാന 3 മത്സരങ്ങൾക്കായാണ് താരത്തെ അന്ന് വിരാട് കോഹ്ലി നായകനായ ടീമിൽ ഉൾപ്പെടുത്തുന്നത്. അവസരം കിട്ടിയ ആദ്യ 2 കളിയിൽ മികവ് കാട്ടാൻ കരുണിനായില്ല. എന്നാൽ ചെപ്പോക്കിൽ നടന്ന തന്റെ 3ാം ടെസ്റ്റിൽ ഇംഗ്ലീഷ് ബൗളർമാരെ കരുൺ വെള്ളം കുടിപ്പിച്ചു. 5ാം നമ്പറിൽ ക്രീസിലെത്തി നിലയുറപ്പിച്ച താരം 381 പന്ത് നേരിട്ട് പുറത്താകാതെ 303 റൺസാണ് അടിച്ചെടുത്തത്. അതിനു മുൻപ് ഇന്ത്യൻ ക്രിക്കറ്റിൽ വീരേന്ദർ സെവാഗിന് മാത്രമുള്ളൊരു നേട്ടം. അവിടേക്കായിരുന്നു കരുൺ അന്ന് നടന്നു കയറിയത്. ആ മത്സരം ഇന്നിംഗ്സിനും 75 റൺസിനും ഇന്ത്യ ജയിച്ചു. കരുൺ നായർ കളിയിലെ താരവുമായി. പിന്നീട് ഇന്ത്യയിലേക്ക് ഓസ്ട്രേലിയ എത്തി. അജിങ്ക്യ രഹാനെ തിരിച്ചെത്തിയതോടെ കരുണിന് ടീമിലെ സ്ഥാനവും നഷ്ടമായി. അവസാന കളിയിൽ ട്രിപ്പിൾ അടിച്ച താരത്തിന് പുറത്തിരിക്കേണ്ടി വരുന്ന ദുരവസ്ഥ. പിന്നെ കിട്ടിയ അവസരങ്ങളിൽ മികവ് കാട്ടാൻ കരുണിന് സാധിച്ചില്ല. അങ്ങനെ ഇന്ത്യൻ ടീമിൽ അയാളുടെ സ്ഥാനത്തിനും ഇളക്കം സംഭവിച്ചു. 2018 ഇന്ത്യ ഇംഗ്ലണ്ട് പര്യടനം നടത്തിയപ്പോഴും കരുൺ ടീമിലുണ്ടായിരുന്നു. എന്നാൽ ഡഗ്ഔട്ടിൽ മാത്രം ഇരിക്കാനായിരുന്നു അന്ന് അയാളുടെ വിധി. അവിടെ തളർന്നിരിക്കാൻ കരുൺ ഒരുക്കമായിരുന്നില്ല. പതിയെ അയാൾ തന്റെ തെറ്റുകൾ തിരുത്തി തുടങ്ങി. ആഭ്യന്തര ക്രിക്കറ്റിൽ സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ കരുണിന്റെ ബാറ്റിൽ നിന്നും പിറന്നു. ഇംഗ്ലണ്ടിൽ പോയി കൗണ്ടി ക്രിക്കറ്റിലും മികവ് കാട്ടി. ഏറ്റവും ഒടുവിലത്തേതാണ് കഴിഞ്ഞ ഡൊമസ്റ്റിക് സീസണിലെ പ്രകടനം. വിജയ് ഹസാരെ ട്രോഫി, സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി, രഞ്ജി ട്രോഫി, അങ്ങനെ പേരുകേട്ട ആഭ്യന്തര ടൂർണമെന്റുകളിലെല്ലാം കരുൺ കളം നിറഞ്ഞു. അവിടെയൊക്കെ അയാൾ നടത്തിയ കഠിന പരിശ്രമത്തിന്റെ ഫലമാണ് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇന്ത്യൻ ടീമിൽ കിട്ടിയിരിക്കുന്ന ഈ അവസരം. വിരാട് കോഹ്ലി എന്ന അധികായനില്ലാത്ത ഇന്ത്യൻ മധ്യനിരയിലേക്കാണ് കരുൺ നായരുടെ വരവ്. 33-കാരനായ താരത്തിന് നികത്താനുള്ളത് വലിയൊരു വിടവാണ്. ലോർഡ്സിൽ ഉൾപ്പെടെ നടക്കുന്ന ഇംഗ്ലീഷ് പരീക്ഷ ജയിച്ചാൽ കോഹ്ലി ഒഴിച്ചിട്ട 4ാം നമ്പറിൽ ഇനി കരുൺ തുടരും.